അവരൊരു ഷൂട്ടിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയും നല്ല രീതി നല്ലൊരു നടിയാക്കി തരാം. അവര് മെയിൻ ആയിട്ടുള്ള വലിയ നടികളെ പേര് പറയും. നിങ്ങളെ ഫേമസ് ആയി തരാം, വലിയ നടിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണോ ഈ ഓഫർ നിങ്ങളെ മുന്നിലേക്ക് കിട്ടുന്നത്? നിങ്ങളുടെ ശരീരം അവർ ചോദിക്കുന്നത് പച്ചക്ക് ചോദിക്കുമോ? ശരിക്കും ശരീരം ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവർ സംസാരിക്കുക. ചോദിക്കും, പച്ചക്ക് ചോദിക്കും. എന്താ നിങ്ങൾ ഇന്ന സമയം പച്ചക്ക് രാത്രി ബെഡ്റൂമിൽ വന്ന് കിടക്കാൻ വേണ്ടി പറയുമെന്ന് എന്റെ ചോദ്യം. ഇപ്പം ഞാൻ മാമുക്കോയ അങ്കിള് പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ, അപ്പം അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാഫിയാണെന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തില് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നാളെ ഉണ്ടാവില്ല. കാര്യം അത്രയും ലെവലിലേക്ക് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ പെരുമാറ്റം. നിങ്ങൾക്ക് ഈ റൂമിലേക്ക് വിളിച്ചത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തതിൽ എത്ര ഫിലിം നഷ്ടമായിട്ടുണ്ട്? ഒരുപാടുണ്ട്. എനിക്ക് നായിക വേഷങ്ങളൊക്കെ തമിഴിൽ വരണം. ഇവരെങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ചോദിക്കുന്നത്? അതായത് ഈ നടൻ ശരിക്കും നേരിട്ട് ചോദിക്കുകയാണോ, ഈ പ്രൊഡ്യൂസർമാർ അറേഞ്ച് ചെയ്യുവാണോ, എന്താണ് ചെയ്യുന്നത്? അവര് തമ്മിലുള്ള ഒരു ഇതെന്താന്ന് എനിക്ക് ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കോക്കസ് ഉണ്ട്. എനിക്കറിയില്ല. എന്നോട് സംസാരിക്കുന്ന ആള് അവര് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോ അത് പറയുന്നത്. എന്റെ സ്ക്രിപ്റ്റ് സിനിമയാക്കാനും ഓഫർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് പറ്റാത്തോണ്ടല്ല ഞാൻ. പക്ഷെ ഈ ഓഫർ ശരിക്കും നമുക്ക് തരുമ്പോ നമ്മളെ ശരീരം അവർക്ക് കൊടുക്കണം, അതാണ് ഗ്യാരണ്ടി അല്ലേ? ഈ നടികൾ എന്ന് പറയുമ്പോ ചില ആളുകൾ നമ്മളിപ്പോ അടുത്ത് സംസാരിച്ച് നടികൾ എന്ന് പറയുമ്പോ ഈ നാ പോയി വേ ആക്കണം എന്ന് പറഞ്ഞ ആളായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ വളരെ തർക്കിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാലും എനിക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ നമുക്ക് സിനിമ ഉണ്ടാവും, 2 ലക്ഷം രൂപ കുഴപ്പമൊന്നുമില്ല, അവര് പറഞ്ഞ് റെഡിയാക്കും. ഈ ഇടവേള ബാബു ഒക്കെ ഇവനൊക്കെ കൂട്ടിക്കൊടുപ്പുകാരനായിരുന്നു എനിക്ക് തോന്നുന്നത്. അതായത് ഇടവേള ബാബുവാണ് നിങ്ങളോട് പറഞ്ഞത് അല്ലേ? ഈ ഇടവേള ബാബു പറയുന്നത് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വേണ്ട. ഞാനെന്ന വ്യക്തിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു പെൺകുട്ടിയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സിനിമയെ പോലും അഭിനയിക്കാൻ പറ്റൂല. അത് ഞാൻ ഉറപ്പായ കാര്യം, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഉറപ്പ്. നമസ്കാരം. പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവ് മാത്രം പോരാ, പല അഡ്ജസ്റ്റ്മെന്റുകളും നടക്കണം എന്നുള്ളത്. ഇപ്പോ പഴയ കാലങ്ങളായിട്ട് ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. പല ആളുകളും പറയുന്നുണ്ട്, നമ്മളത് വിശ്വസിക്കാൻ തയ്യാറല്ല. പല ആളുകളും വിശ്വസിക്കുന്നു, പല ആളുകളും വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഇത്തരം ചില നാറികൾ ശരിക്കും ഫിലിമിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാവുകയാണ്. നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ജുബിത ആന്റിയാണ്. ശരിക്കും എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ഫിലിം ഫീൽഡിലുണ്ട്? ഫീൽഡിൽ അങ്ങനെ ഉറച്ചു നിന്ന ഒരാളൊന്നുമല്ല. സ്റ്റാർട്ടിങ്ങില് നമുക്ക് ഇതുപോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോകും, പിന്നെ അവിടെ നിൽക്കൂല. അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്? എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? എനിക്കും ആദ്യം അഡ്ജസ്റ്റ്മെന്റിന് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പം അവരൊരു ഷൂട്ടിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയും നല്ല രീതി നല്ലൊരു നടിയാക്കി തരാം. അവര് മെയിൻ ആയിട്ടുള്ള വലിയ നടികളെ പേര് പറയും. ഒന്നിക്ക് പറയും ഞാനാണ് അവരെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നത്. അതേ എന്തോ അപ്പൊ ഞാൻ ചിന്തിക്കാന്ന് വെച്ചാൽ അവരെങ്ങനെ വന്നോ എനിക്ക് നോക്കണ്ട, ഞാൻ എങ്ങനെ പോകുന്നു നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറയും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിനൊന്നും തയ്യാറല്ല എന്ന് പറയും. അപ്പൊ അവരെ രീതി ശരിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കൂല. പക്ഷെ ഞാൻ എന്റെ ആഗ്രഹം കൊണ്ട് ഓരോ ഷൂട്ടിങ് ഇതുപോലെ ക്യാമറയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അമ്മേനോട് പറയാം, അല്ലെ അമ്മ എന്നോട് പറയാം അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, പോയി ചോദിക്കും ഒരു ചാൻസ് തരുമോ. അപ്പം കിട്ടുന്ന ചെറിയ വേഷങ്ങളിലാണ് ഈ സിനിമകളിൽ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിലുള്ള അനുഭവങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, പ്രേക്ഷകർക്ക് മുൻപൊക്കെ പ്രേക്ഷകർക്ക് അറിയുണ്ടാവും ശരിക്കും ഇത്തരം സംഭവങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും ഫിലിമിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ. പക്ഷെ അന്ന് ഞാൻ ശരിക്കും ആ ഒരു ഫീൽഡിലേക്ക് പോയപ്പോൾ എൻ്റെ കുറച്ച് പണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ജനങ്ങള് എന്നും അടച്ചു വെക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു സത്യം എന്നുള്ള സാധനം എന്നും അടച്ചു വെക്കാൻ കഴിയില്ല. ശരിക്കും എന്താണ് ശരിക്കും ഫിലിം ഫീൽഡിന്റെ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്ന് എന്റെ ചോദ്യം. മേഖലയിൽ നടക്കുന്ന എനിക്ക് എന്റെ അനുഭവങ്ങളെ പറയാൻ പറ്റും. എന്റെ അടുത്ത് വന്നിട്ടുള്ള ഇപ്പൊ എന്റെ സിനിമ സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ കിട്ടിയ സമയത്തും ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, പകരത്തിന് പകരം എന്നുള്ള കാര്യമാണ് അവർ. പക്ഷെ പകരത്തിന് പകരം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ അഭിനയിക്കുന്നുണ്ട്, നിങ്ങളെ ഫേമസ് ആയി തരാം, വലിയ നടിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണോ ഈ ഓഫർ നിങ്ങളെ മുന്നിലേക്ക് കിട്ടുന്നത്? ഓഫർ അല്ല, നിങ്ങളുടെ ശരീരം അവർ ചോദിക്കുന്നത് പച്ചക്ക് ചോദിക്കുമോ? ശരിക്കും ശരീരം ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവർ സംസാരിക്കുക. ചോദിക്കും, പച്ചക്ക് ചോദിക്കും. എന്താ നിങ്ങൾ ഇന്ന സമയം രാത്രി, ഞാൻ എന്റെ സംശയങ്ങളാണ് പറയുന്നത്, താങ്കളുടെ ഇന്റർവ്യൂ മറ്റേ പല വീഡിയോയിലും കണ്ടതിന്റെ ഇതാ ഞാൻ പറയുന്നത്. പച്ചക്ക് രാത്രി ബെഡ്റൂമിൽ വന്ന് കിടക്കാൻ വേണ്ടി പറയുമെന്ന് എന്റെ ചോദ്യം. ഇപ്പം ഞാൻ മാമുക്കോയ അങ്കിള് പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ, അപ്പം അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ?
എനിക്ക് അതിനെ റെക്കോർഡ് ചെയ്യാനോ ഇപ്പം സാറ് ചോദിച്ചു റെക്കോർഡിങ് ചെയ്യാൻ എനിക്ക് അന്ന് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മള് ഒരു അച്ഛനേക്കാളും കുറച്ച് ഏജുള്ള ഒരാള് നമ്മൾ ആ ചെറിയ മനസ്സിൽ അത്രയും നമ്മൾ മനസ്സിൽ ആ ഒരു ആരാധനയാണ്. പെട്ടെന്ന് ഇവര് വരുമ്പോ നമ്മളെ മനസ്സിലൊരു ഷോക്കാണ്. അപ്പൊ അത് കഴിഞ്ഞ് നിർത്തി വെച്ചു. പിന്നെ ഷാജിക്കുടിയൻ അങ്കിള് അത് പറഞ്ഞു, അത് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. നമ്മളെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ എന്റേതായ എഴുത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. പ്രതീക്ഷ ഇല്ലെങ്കിലും എഴുതിക്കൊണ്ടേയിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. കാരണം ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്കൊരു വിശ്വാസമുണ്ട് എന്റെ മനസ്സിൽ. അതിനെയാണ് ഇപ്പൊ ഈ 2024 എനിക്ക് കിട്ടിയത്. അതിനെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ശരിക്കും എന്തെങ്കിലും തുറന്നു പറയാൻ കഴിയും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? തുറന്നു പറയാൻ കഴിയും ഒരു ദിവസം എന്ന് കാര്യം വേറെ വിഷയമുണ്ട്. ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാഫിയാണെന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തില് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നാളെ ഉണ്ടാവില്ല. കാര്യം അത്രയും ലെവലിലേക്ക് പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ പെരുമാറ്റം. കാര്യം ഇവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. കഴിഞ്ഞ തവണ ഈ ഒരു വീഡിയോന്റെ മേലിൽ ഒരു കേസ് എടുത്ത സംഭവം ഉണ്ടായി. ഇവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. ഇവരുടെ തെറ്റുകൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരം രീതിയിലേക്ക് ഒരാള് വന്ന് പറയാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നെ റൂമിലേക്ക് വിളിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇത് പുറത്തു പറയാൻ പ്രത്യേകിച്ച് സ്ത്രീകൾ പേടിക്കും അല്ലെ? സ്ത്രീകളായുള്ള ആളുകൾ പേടിക്കും അല്ലെ? പേടിക്കുന്നതാണ്. നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നോ ശരിക്കും? എനിക്ക് പേടിയില്ല. ഞാൻ പറയണേ സത്യമല്ലേ. ഞാൻ പേടിയുണ്ടായിരുന്നോ മാധ്യമങ്ങളോടൊക്കെ പറയാൻ? ഇല്ല. പിന്നെ ഞാൻ ഓരോ ആളെ പേരും എടുത്ത് പറയാണ്ടിരുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് അവരെന്നോട് അനാവശ്യം പറഞ്ഞു. എനിക്കത് പറ്റൂല. ഞാൻ മാറിപ്പോയി. അതുകൊണ്ട് എനിക്ക് കേസ് കൊടുക്കണ്ട. നിങ്ങൾക്ക് ഈ റൂമിലേക്ക് വിളിച്ചത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തതിൽ എത്ര ഫിലിം നഷ്ടമായിട്ടുണ്ട്? ഒരുപാടുണ്ട്. എനിക്ക് നായിക വേഷങ്ങളൊക്കെ തമിഴിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അല്ല, മലയാളത്തിൽ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അവരൊന്നും പേരൊന്നും എനിക്കറിയില്ല. ഓർഡിനേറ്റർ വഴി തരുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ഇവരെങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ചോദിക്കുന്നത്? അതായത് ഈ നടൻ ശരിക്കും നേരിട്ട് ചോദിക്കുവാണോ, ഈ പ്രൊഡ്യൂസർമാർ അറേഞ്ച് ചെയ്യുവാണോ, എന്താണ് ചെയ്യുന്നത്? അവര് തമ്മിലുള്ള ഒരു ഇതെന്താന്ന് എനിക്ക് ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കോക്കസ് ഉണ്ട്. എനിക്കറിയില്ല. എന്നോട് സംസാരിക്കുന്ന ആള് അവര് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോ അത് പറയുന്നുണ്ട്. ആര് നടൻ നേരിട്ട് പറയാണോ ചെയ്യാ? ഇപ്പൊ സുധീഷ് ആണെങ്കിലും അദ്ദേഹം ആണെങ്കിലും ഈ സുധീഷൊക്കെ ഈ ഒരു രീതിയിലേക്കുള്ള സുധീഷിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു എനിക്ക്. ഇത്തരം റിപ്പോർട്ടുകളൊക്കെ വന്ന സമയത്ത് സുധീഷൊക്കെ ഈ രൂപത്തിലുള്ള ഒരുപാട് ഇഷ്ടമുള്ളൊരു ഒപ്പോളൊക്കെ കണ്ടിട്ട് ആ ഒരു പട്ടിണിയുടെ കാര്യമൊക്കെ. അപ്പൊ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കല്ലേ ആ മനസ്സുള്ളേ, അല്ലാണ്ട് അഭിനയിച്ച ആൾക്കല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് അഭിനയിക്കുന്നതിന് പണം കൊടുക്കുന്നുണ്ട്, പക്ഷെ കൂടെ കിടക്കുന്നതിന് നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ടോ ചോദിക്കുന്നത്? അത് അങ്ങനെ ചെയ്യുന്നവരോടല്ലേ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇത്തരം ആളുകൾക്ക് പണം കിട്ടുന്നുണ്ടോ കൂടെ കിടക്കുന്നതിന്? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യുന്നവരോട് ചോദിച്ചാലുള്ള അതിന് ഉത്തരം കിട്ടും. താങ്കൾക്ക് വല്ല പണം ഓഫർ ചെയ്തിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല, പണമല്ല, എനിക്ക് സിനിമയിൽ ചാൻസും പിന്നെ അതുപോലെ എന്റെ സ്ക്രിപ്റ്റ് സിനിമയാക്കാനും ഓഫർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് പറ്റാത്തോണ്ടല്ല ഞാൻ. പക്ഷെ ഈ ഓഫർ ശരിക്കും നമുക്ക് തരുമ്പോ നമ്മളെ ശരീരം അവർക്ക് കൊടുക്കണം, അതാണ് ഗ്യാരണ്ടി അല്ലെ? എത്രയേറെ നീചമാണെന്ന് ആലോചിച്ച് നോക്കണം സംഭവം. ഇപ്പൊ എല്ലാവരും പറയും ഈ നടികൾ എന്ന് പറയുമ്പോ ചില ആളുകൾ, നമ്മളിപ്പോ അടുത്ത് സംസാരിച്ച് നടികൾ എന്ന് പറയുമ്പോ ഈ പോയി വേ ആക്കണം എന്ന് പറഞ്ഞ ആളായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ വളരെ തർക്കിച്ചൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ അത്തരം രീതിയിലേക്ക് ഇപ്പോ നമുക്ക് എല്ലാവരും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇത്തരം രീതിയിലേക്ക് വലിയ ഫേമസ് ആക്കാം എന്ന് പറഞ്ഞു. ഇവരൊക്കെ മുൻപുള്ള നടികളൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ കൊണ്ടുവന്നിട്ടുണ്ടാവര്, ആണല്ലോ അല്ലെ? ഇടവേള ബാബു ഒക്കെ ശരിക്കും എങ്ങനെയാണ് ഈ ഇടവേള എന്ന് പേരിട്ടതെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. സംഭവം എന്താ വെച്ചാൽ ഇവരൊക്കെ കൂട്ടിക്കൊടുപ്പുകാരനോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവമാണോ ഞാൻ ചോദിക്കുന്നത്. എന്റെ അനുഭവത്തിലുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ഇടവേള ബാബുവിന്റെ അടുത്ത് മോശം അഭിപ്രായം ഉണ്ടായിട്ടോ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇടവേള ബാബു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞല്ലോ. അമ്മയില് ഇപ്പം 2 ലക്ഷം രൂപയും ഒരു 10ഓളം സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് കിട്ടും. ആ മൂവീസും ആ ക്യാഷും ആണ് അവിടെ ഒരു മെമ്പർഷിപ്പിന്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ എനിക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ നമുക്ക് സിനിമ ഉണ്ടാവും. 2 ലക്ഷം രൂപ കുഴപ്പമൊന്നുമില്ല, അവര് പറഞ്ഞ് റെഡിയാക്കും എന്നുള്ളതാണ്. നമ്മള് മെമ്പർഷിപ്പ് ഉണ്ടാവും. ആ സിനിമ ഞാൻ പറയുന്നത് ഇപ്പൊ അമ്മയിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഇടവേള ബാബു ഒക്കെ ഇവനൊക്കെ കൂട്ടിക്കൊടുപ്പുകാരനായിരുന്നു എനിക്ക് തോന്നുന്നത്. അതായത് ഇടവേള ബാബു ആണ് നിങ്ങളോട് പറഞ്ഞത് അല്ലേ? ഈ ഇടവേള ബാബു പറയുന്നത് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വേണ്ട, നിങ്ങൾക്ക് നല്ല പടം ഉണ്ടാവും, 10 പടം അതിലേക്ക് കയറാനുള്ളത് 10 പടവും 2 ലക്ഷം നിങ്ങൾ അതിന് വലിയ നിങ്ങൾ ഓൾറെഡി ഓക്കെ ആണ്. 10 പടം ചെയ്തൂലേ? 10 എത്തിയിട്ടില്ല. 8, 9 തഴഞ്ഞിട്ട് പോയതാ അല്ലേ? അത് ഇങ്ങനെ ആയനെ കൊണ്ടാ ഞാൻ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്തത്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, അത്തരം ഒരു ഓഫർ നിങ്ങൾക്ക് വെക്കുവാണെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ എത്രത്തോളം പടങ്ങളുണ്ട്? ഞാൻ അഭിനയിച്ച സിനിമ തന്നെയല്ലേ. ഇപ്പൊ ഹരികുമാർ സാറ് കാറ്റും മഴയിലും പറഞ്ഞു ഞാൻ അഭിനയിച്ച ഒരു വേഷം അവിടെ റിസപ്ഷൻ എന്താ പറയാ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റെസ്റ്റോറന്റ്, അവിടേക്ക് വന്നിട്ടില്ലേ സാറ് കട്ട് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് കട്ട് ചെയ്തു, എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളാം, ഞാൻ വരില്ല എന്നും പറഞ്ഞു.
അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ അപ്പൊ ഞാൻ അഭിനയിച്ച സിനിമയാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ചാൽ, അല്ലാതെ അത് കയ്യോ കട്ട് ചെയ്യില്ലേ ഞാൻ വരാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ചിലപ്പോ ഈ ഒന്ന് എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി സ്ത്രീകൾ വഴങ്ങുന്നതാവോ ഈ ഇത്തരം സംഭവങ്ങൾക്ക്? അത് ശരിക്കും അവരോടുള്ള ചോദ്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്ന വ്യക്തിയിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരു പെൺകുട്ടിയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സിനിമയെ പോലും അഭിനയിക്കാൻ പറ്റൂല. അത് ഞാൻ ഉറപ്പായ കാര്യം, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഉറപ്പ് നിങ്ങൾ പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു കാരണവശാലും ഒരു ഫിലിമും അഭിനയിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ കണ്ട് മനസ്സിലാക്കിയത്. ഷുവറാണ്. എന്നോട് പറഞ്ഞതും ഞാൻ അതിന് പ്രതികരിച്ചതും വെച്ചിട്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. മറ്റുള്ള സ്ത്രീകളോട് എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ അവര് പറയുന്ന അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന്. അപ്പൊ അത് സ്റ്റാർട്ടിങ്ങിൽ അത് മാറിപ്പോയിരുന്നെങ്കിൽ ഈ പീഡന കേസ് അവർക്ക് എഴുതി കൊടുക്കേണ്ട അവസ്ഥ വരില്ലല്ലോ. ഇപ്പൊ ചില ആള് പറയുന്ന എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം. സാർ എന്നെ ഒരു ശരിയില്ലാത്ത നോട്ടം നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവാണ്ടിരിക്കും ഞാൻ വന്നുകൂട്ടിയൊന്നുമില്ലല്ലോ. അപ്പൊ ഞാനായിരുന്നു മാറി നടക്കണം. പിന്നെ ഞാൻ അവിടെ കുത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴല്ലേ ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പൊ പറയാൻ തന്റെ ഇടം കാണിക്കണം. നിനക്ക് ചാൻസ് തരില്ല, നീ അങ്ങോട്ട് വരണം, നീ പോടാന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൂടി പോകണം. ഞാൻ അമ്മയുടെ കൂടെ ഇല്ലാതെ ലൊക്കേഷനിൽ പോയിട്ടില്ല. അമ്മ എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അമ്മയെ കൂട്ടാതെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്റെ അമ്മ ഇല്ലാത്ത ഒരു ലൊക്കേഷൻ എനിക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിനിമയുടെ കാര്യം, ഇപ്പൊ ഒരു തമിഴ് മൂവി തന്നെ ലാസ്റ്റ്, അത് ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതൊരു കോർഡിനേറ്റർ വഴിയായിട്ട് എന്റെ ഫോട്ടോ എന്തോ കണ്ടതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ സിനിമ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം, അമ്മ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു അമ്മ വരാത്ത എനിക്ക് വരാൻ സൗകര്യം. അമ്മ വരണ്ടെന്ന് പറയാനുള്ള കാരണം ഇതായിരിക്കും. അത് ചിന്തിച്ചാ പോരെ. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ സൗകര്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഒഴിവാക്കി. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അമ്മയെ കൂട്ടിയിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ പോയില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. നല്ലൊരാളാണെങ്കിൽ എന്തിനാ സാറേ അച്ഛനും അമ്മയൊക്കെ വരണ്ട, നീ തനിച്ചു വാന്ന് പറയാ. ഏതൊരു പെൺകുട്ടിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ അവർ ചോദിച്ച് ഒറ്റപ്പെടുത്തി ലാസ്റ്റ് പണിയാവും. നിങ്ങൾ വഴങ്ങുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്ന സിറ്റുവേഷൻ പോകില്ലേ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. അത്ര രീതിയിലേക്ക് നിങ്ങൾ മാറി. നമ്മള് പരീക്ഷിക്കാനോ പരീക്ഷപ്പെടുത്താനോ ആവശ്യമൊന്നുമില്ല. മാന്യമായിട്ട് വിളിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും. പോയി കഴിഞ്ഞാലും മനസ്സിലാവും. കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞാലും മനസ്സിലാവും. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ഒരു കഴിവുള്ള ആളുകളാണ്. എപ്പോഴും ഒരാളെടുത്ത് പോയിട്ട് കെഞ്ചേണ്ട ആവശ്യവും നമുക്ക് ഇല്ലല്ലോ. അല്ല, ജോലി ചോദിക്കുന്നത് മാന്യമായ ഒരു കാര്യമാണ്. ഞാൻ ജോലി അന്തസ്സായിട്ട് പോയി, സാർ എനിക്കൊരു ചാൻസ് തരും. ഇപ്പൊ സാറ് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്നിട്ട് സാർ എനിക്കൊരു ചാൻസ് തരും. ഇപ്പൊ സാറ് തെറ്റായിട്ട് പറയാൻ നീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തരാം, ഞാൻ പോയി പണി വെക്കുന്ന പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ പറയുന്നത്. ഒറ്റ ആൾക്ക് പോലും ഇത്തരം അനുഭവം ഉണ്ടാവാതിരുന്നുണ്ടാവില്ല എന്ന് പറയുമല്ലേ? നിങ്ങളുടെ ലിസ്റ്റ് ആരൊക്കെയുള്ള? ഇടവേള ബാബു എന്ന് പറയാം, സാജു കൊടിയൻ, പിന്നെ വേറെ സുധീഷ് അദ്ദേഹമുണ്ട്, പിന്നെ ഇടവേള ഞാൻ പറഞ്ഞുതരാം. സുധീഷ് അദ്ദേഹമുണ്ട്, മാമുക്കോയ അങ്കിളുണ്ട്, ഷാജു കൊടിയൻ അങ്കിളുണ്ട്, ഇടവേള ബാബു. നിങ്ങളെ ആരാണ് ആദ്യം ഈ ഫിലിം ഫീൽഡിൽ വന്ന സമയത്ത് ആദ്യം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറയുന്നത്? ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചെന്ന് പറയുമ്പം കാറ്റും മഴയാണോ ആദ്യം ഉണ്ടായത് അതോ ഏതോ ആവട്ടെ, അവിടെ എന്താണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നത്? കാറ്റുമഴയാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഷൂട്ട്. അതിലാണ് ഹരികുമാർ സാർ ഇത് പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ. ഇപ്പം ഞാൻ അഭിനയിച്ച ആ ഒരു ഷൂട്ട് നാളെ ഷൂട്ടിംഗ് ഉണ്ട്. ശരി. അപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു അവിടേക്ക് വരണം, അല്ലെങ്കിൽ എന്റെ ചാൻസ് കട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു കട്ട് ചെയ്തോളൂ, എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം, എന്നാലും ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾ പറയുന്നത് ശരിക്കും ഈ ഫിലിം ഫീൽഡിൽ 100% വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ആയിരിക്കുമല്ലോ? ആയിരിക്കും, എനിക്ക് അറിയില്ല. പഴയ കാലത്തിന് നമുക്ക് കിംവദന്തി വലിയ രീതിയിലേക്ക് പറയും. ഇപ്പോ പല രീതിയിലേക്കും സംസാരിക്കും. അങ്ങനെ പഴയ കാലത്ത് തന്നെ പറയും ഈ ഫിലിം ഫീൽഡിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ട്, നിലവിലുണ്ട്. സ്ത്രീകൾക്കും ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തതിനൊന്നും ഒരു ഇത് പറയില്ല. അല്ലെങ്കിൽ ഒരു സിനിമയെ പോലും അഭിനയിക്കാതെ എന്നെ പോലെ ഒരു ചെറിയ വേഷം ഇട്ട് മാറി നിൽക്കുന്ന, ഒന്നിൽ അറിയപ്പെടുത്താത്ത ഒരു ഫോട്ടോ പോലും ഒരാൾ അറിയാത്ത ഒരു കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ ആ ന്യൂസ് ശ്രദ്ധിക്കും. അറിയപ്പെട്ടിട്ട് ഒരു ആർട്ടിസ്റ്റ് വന്ന് ഇത് പറയുന്ന ന്യൂസ് ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം അവരുടെ കാര്യസാധ്യം നേടിയതിനു ശേഷമാണ് ഒരു 4 ആൾ അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ സിനിമയിൽ അഭിനയിക്കേണ്ട അറിയില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പം വന്ന് എന്നെ അറിയുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സങ്കടങ്ങൾ വന്ന് പറയുമ്പോഴാണ് എന്നെ കുറച്ച് പേര് അറിയുന്നത്. അന്നും ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ആദ്യ ന്യൂസ് വന്നപ്പോ ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അന്നും ഇന്നും ഇനി എന്നും എന്റെ മരിക്കുന്നവരെ എനിക്കുണ്ടായ അനുഭവങ്ങൾ എങ്ങനെ ചോദിച്ചാലും അത് അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് സാറിന് കണക്ട് ചെയ്താൽ മനസ്സിലാവും. തീർച്ചയായും സിനിമാ ഫീൽഡിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് പാതി വഴി വെച്ച് ഇത്തരം സംഭവങ്ങൾ വേണ്ട എന്ന് വെച്ച് ഒതുങ്ങി കൂടിയത് നിങ്ങൾ അല്ലേ? ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ പുറത്തു പറയില്ല. നമ്മൾ പഴയ കാലത്ത് കൂടി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്കൊരു ദിവസം വരും ഞാനെല്ലാം വിളിച്ചു പറയാൻ 2 മാസം മുന്നേ കൂടി ഞാൻ പറഞ്ഞു. തീർച്ചയായും. അപ്പൊ വിളിച്ചു പറഞ്ഞ എന്തായാലും ഞാൻ എന്താണ് പറയാ, അഭിനന്ദിക്കുകയാണ്. കാര്യം നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് നമ്മളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരം വിറ്റ് ജോലി ചെയ്യുന്ന ആളുകളുടെ പേര് വേറെയാണ്.
നമുക്കത് പുറത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പൊ തീർച്ചയായും ഇത്തരം സംഭവങ്ങളിൽ നിങ്ങളോട് ഒരു കാര്യം ഞാൻ യോജിക്കുന്നു. അതായത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് സംഭവിച്ചത്, അപ്പൊ അതിന് നീതി കിട്ടണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അവരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങൾ വരുന്ന സമയത്ത് അപ്പം തന്നെ പ്രതികരിക്കണം. കാര്യം ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇനി ആരൊക്കെയാണ് റിപ്പോർട്ട്, താങ്കളുടെ അനുഭവം മാത്രമാണ് താങ്കൾ പറഞ്ഞത് അല്ലേ, ആരൊക്കെയാണ് റിപ്പോർട്ടിൽ വരിക എന്ന് കണ്ടറിഞ്ഞ് തന്നെ ഇരിക്കണം. കേരളം എന്തായാലും വല്ലാത്ത രീതിയിലേക്ക് നെട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വലിയൊരു ഞെട്ടൽ എന്നുള്ള സംഭവത്തിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് പഴയ കാലത്ത് തന്നെ ഇതൊരു വാർത്തയാവും എന്ന് വന്ന ഒരു സാഹചര്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവുകയായിരുന്നു. അമ്മയുടെ ആ ഒരു സംഘടനയുടെ ഉള്ളിൽ നിന്ന് അമ്മേനെ തന്നെ നാട്ടിക്കുന്നത് അവര് തന്നെയാന്ന് എനിക്ക് എന്റെ ഒരു വിവേകത്തിൽ മനസ്സിലായി. കാരണം അവര് തന്നെയാണ് വെളിപ്പെടുത്തുക. ആരാന്ന് ആർക്കും പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കേണ്ട ആവശ്യം. തീർച്ചയായും. അപ്പോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ, ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. നന്ദി, നമസ്കാരം.